ഹായ് ഫ്രണ്ട്സ്, കിസാൻ വാനിയുടെ തികച്ചും പുതുമയുള്ള ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന സാധനം, അതായത് നിങ്ങൾ ഇതിനു മുമ്പ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, വഴുതനയാണ്. അതായത് കത്തിരി പച്ച വഴുതന. എന്താ ഈ സംഭവം കണ്ടു? ഇതാണ് വഴുതന, കത്തിരി വഴുതനയാണ്. എന്താ ഇത് 700 ഗ്രാം വരെ ഒരെണ്ണം തൂക്കം വരും. നമുക്ക് മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് ഒരെണ്ണം മതി. ഒരു വീട്ടിൽ ഒരു 5-6 പേരുള്ള വീട്ടിലാണെങ്കിൽ ഒരെണ്ണം കൊണ്ട് നമുക്ക് മെഴുക്ക് പുരട്ടാം. അതാ ഇപ്പോൾ മഴ പെയ്തത് കൊണ്ട് ഇതിൻ്റെ പൂക്കളൊക്കെ കുറച്ച് കുറഞ്ഞു നിൽക്കുകയാണ്, അല്ലെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനെ കുറച്ച് കൂടുതൽ നമ്മൾ ജലസേചനം നടത്തണം. വളപ്രയോഗം കുറച്ച് കൂടുതൽ വേണം. മറ്റുള്ള വഴുതിനേക്കാളും കുറച്ച് കൂടുതൽ വളപ്രയോഗം വേണമെന്നുള്ളതാണ്. തണുവ് കൂടുതൽ വേണം, ധാരാളം കായ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് എന്താ ഇവിടെയൊക്കെ കായ പിടിച്ചിട്ടുണ്ട് ശരിക്കും. ചെറുതായിട്ടൊരു എപ്പിലാക്കിന വണ്ടിന്റെ ഒരു ആക്രമണം വന്നിട്ടുണ്ട്. അതായത് ആ ആക്രമം അതിന്റെ ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇതാണ് അതിന്റെ ആക്രമം. അത് കായ്വീച്ചയുണ്ട്. ഇത് കായ്വീച്ചയാണ്. ഇതിന്റെ ആക്രമം മെയിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടെണ്ണം ഇങ്ങനെ പോയി ഇരിക്കുന്നതാണ്ട. ഇതേമാതിരി ഇങ്ങനെ വരും. ഇത് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് സാധാരണ ഇതിന്റെ നിയന്ത്രണ മാർഗം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു 15 ദിവസം കൂടുമ്പം ബിവേറിയ അല്ലെങ്കിൽ സിഡോമോണസോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം വീതം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു പരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതും കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിപ്പോ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വേപ്പെണ്ണ, അതായത് അസാഡിറാക്റ്റിൻ വിജയ് നിംബ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എടുക്കുക. 5 ml എടുത്തിട്ട് നമ്മൾ ഇത് വൈകുന്നേരം സമയങ്ങളിൽ ഇലയുടെ താഴെയും മുകളിലും കൊള്ളാവുന്ന രീതിയിൽ നല്ല സമൃദ്ധമായിട്ട് തന്നെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറിക്കിട്ടും. ഇനി അതും മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാടൻ പ്രയോഗം വേറെ ഒരെണ്ണമുണ്ട്. അതായത് നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചുവന്ന ഉള്ളി ഒരു 5 എണ്ണം എടുക്കണം. 5 ചുവന്ന ഉള്ളി, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 5 ml വിനാഗിരി, നല്ല വിനാഗിരിയും ചേർത്ത് മിക്സ് ചെയ്ത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എടുത്ത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് മാറും. 2. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഈ വെളുത്തുള്ളി, അതുപോലെ തന്നെ ചുവന്ന ഉള്ളി, വിനാഗിരി, ഇത് മൂന്നും കൂടി ഏകദേശം ഒരു 3 ഗ്രാം 4 ഗ്രാം എന്നുള്ള കണക്ക് കൂട്ടിൽ 3ഉം കൂടി എടുത്തിട്ട് അത് നല്ലപോലെ ചതച്ച് അതിൻ്റെ നീരെടുത്ത് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താലും ഇത് മാറും. അപ്പൊ ഇത് 3-ൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. 5 ml 1 ലിറ്റർ വെള്ളത്തിൽ ഇങ്ങനെ എടുത്തിരിക്കുകയാണ് വിജയ് നിംബോ. ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൽ താഴെ മുകളിലൊക്കെ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. താഴെയും മുകളിലൊക്കെ ഇങ്ങനെ വീടാവുന്ന രീതിയിൽ, ഇലയുടെ താഴെയൊക്കെ വീടാവുന്ന രീതിയിൽ ഇങ്ങനെ കൊടുക്കണം. ഇത് രാവിലെ സമയങ്ങളിൽ അല്ലെങ്കിൽ വൈകിട്ട് എന്ന് പറയുമ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ആ സമയങ്ങളിൽ ചെയ്യാവൂ കേട്ടോ. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പിലാക്കിന വണ്ടാണ്. അതായത് നമ്മൾ ആമ വണ്ടെന്നൊക്കെ പറയും. അപ്പൊ ആമ വണ്ട് ഇതിനകത്തുണ്ട്. അപ്പൊ അത് വളരെ കുറച്ചേ ഉള്ളു. പക്ഷെ അവൻ ഇതേമാതിരി കരണ്ട് കണ്ട, ഇതേമാതിരിയൊക്കെ കരണ്ട് തിന്ന് ഇവൻ മുട്ടയിട്ട് പുഴുവുണ്ടാകും. ആ പുഴു നേരെ കയറി പ്രവേശിച്ച് വഴുതനയുടെ മുട്ടിന് കേടുണ്ടാകും. അതായത് ഈ കൃഷിയിൽ ഏറ്റവും ലാഭകരമായ കൃഷി എന്ന് പറയുന്നത് വഴുതന കൃഷിയാണ്. അതായത് വഴുതന കൃഷി നമ്മൾ നട്ട് കഴിഞ്ഞ് ഏകദേശം ഒരു 30 ദിവസം ആകുമ്പോൾ തന്നെ ഇത് പൂത്തു തുടങ്ങും. പക്ഷേ ഈ 30 ദിവസം പൂക്കുമ്പോൾ ഇത് നമുക്ക് കായ്ക്കാനായിട്ട് അനുവദിക്കരുത്. അതിൻ്റെ പൂ നുള്ളിക്കളഞ്ഞിട്ട് ഒരു 45-50 ദിവസം ആകുമ്പോഴേ നമ്മൾ കായ്ക്കാൻ തുടങ്ങാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു വഴുതന എന്ന് പറയുന്നത് ഒരു 5 വർഷം വരെ ഇതിന് കാലാവധിയുണ്ട്. 5 വർഷം ഏറ്റവും കൂടുതൽ നമ്മുടെ പച്ചക്കറി കൃഷിയിൽ
ഏറ്റവും കൂടുതൽ അതായത് ദീർഘകാലം ജീവിക്കുന്ന ഒരു പിന്നെ കൃഷിയിലുള്ളത് വഴുതന തന്നെയാണ്. അപ്പോൾ നമുക്ക് 5 വർഷം നല്ല പിന്നെ സമൃദ്ധമായിട്ട് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കേടുകളൊക്കെ വരുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പിന്നെ സ്യൂഡോമോണസും ട്രൈക്കോഡെർമ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ നടുന്ന സമയത്ത് ചാണകപ്പൊടി സമ്പുഷ്ടമാക്കിയ, അതായത് ട്രൈക്കോഡെർമ ഇട്ട് സമ്പുഷ്ടമാക്കിയ ചാണകപ്പൊടി അതിനകത്ത് പിന്നെ അതിനുശേഷം കോഴിവളം കൂടി കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് തണുപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന കൃഷി വഴുതന തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടക്കിടക്ക് വരുന്ന ഈ കേട് മാത്രമാണ്. അത് നമ്മൾ പിന്നെ സ്യൂഡോമോണസ് കൊടുത്തു കഴിഞ്ഞാൽ അതും മാറിക്കിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതിനു മുന്നേ ഇതുപോലത്തെ വഴുതനയ്ക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. താങ്ക് യു.